യാക്കോബായ സഭാ നേതൃത്വം തന്നെ കൊല്ലാൻ ശ്രമിച്ചതായി ഇടുക്കി മുൻ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലീമീസിന്റെ ആരോപണം. സഭയിൽ കോടികളുടെ അഴിമതി നടക്കുന്നു. ബിഷപ്പാക്കാൻ സഭാ നേതൃത്വം 3 കോടി രൂപ കോഴ വാങ്ങി. ബാക്കിയുള്ള മുഴുവൻ സ്വത്തും എഴുതി വാങ്ങിക്കാനും ചിലർ സമ്മർദ്ദം ചെലുത്തുന്നു. ഇതിന് വഴങ്ങാത്തതിനാലാണ് തന്നെ അപായപ്പെടുത്താൻ ശ്രമം നടക്കുന്നതെന്നും കുര്യാക്കോസ് മാർ ക്ലീമീസ് ആരോപിച്ചു. ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ സഭാ നേതൃത്വം ഈ സ്വത്ത് പൂർണ്ണമായും അവർക്ക് സമർപ്പിക്കപ്പെടുവാൻ നിർബന്ധിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ ഭദ്രാസനത്തിൽ നിന്ന് താൽക്കാലികമായി വിടർത്തിക്കൊണ്ടുള്ള ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമേനിയുടെ കൽപ്പനയും അതിനുശേഷം പുത്തൻകുരിശ് പത്രികാ സെൻ്ററിലുള്ള താമസവും എന്നെ വളരെ മനോവേദനപ്പെടുത്തി. എൻ്റെ സ്വത്ത് എഴുതി വാങ്ങി ഈ പരിശുദ്ധ സഭയ്ക്ക് ആദായം ഉണ്ടാക്കുവാൻ, എന്നാൽ എൻ്റെ സ്വന്തം മനസ്സോട് പരിപൂർണമായി ഞാൻ ഈ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് സ്വത്ത് നൽകിയിട്ടുള്ളതാണ്. അത് യാതൊരു ബജറ്റോ കണക്കുകളോ വെളിപ്പെടുത്താത്ത ഈ സഭയുടെ സമിതികൾക്ക്, പ്രത്യേകിച്ച് കമാൻഡർ തമ്പൂത്തുകലിനും മറ്റുമായി സമർപ്പിക്കുവാനായിട്ട് വിസമ്മതമുണ്ട്. അത് മാത്രമല്ല, പരിശുദ്ധ സഭയിൽ നിന്ന് കോടികളുടെ അഴിമതി നടക്കുന്ന ഒരു അനുഭവമുണ്ട് എന്ന ദാരുണമായ ഒരു സത്യം അറിയിക്കുന്നതിലും വേദനയുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായൊരു മാറ്റം പരിശുദ്ധ സഭയിൽ അത്യന്താപേക്ഷിതമാണ്. ഈ 2002 കോൺസ്റ്റിറ്റ്യൂഷനിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോ സ്ഥാനികൾക്കും അവരവരുടെ സ്ഥാനത്തിന് അർഹതയനുസരിച്ച് പരികർമ്മം ചെയ്യുവാൻ തക്കവിധമുള്ള സ്വാതന്ത്ര്യവും ദൈവികമായ കൃപയും അത് നിർബാധം ലഭിക്കണം എന്നുള്ളത് അനിവാര്യമാണ്. പള്ളിയുടെ മുമ്പിൽ നിന്ന് സത്യം ചെയ്തു പറയുന്നു, നമ്മുടെ അസോസിയേഷൻ യോഗത്തിൽ ഇലക്ഷനിൽ നിന്ന് തോറ്റുപോയ റാന്നിക്കാരനായ ഒരച്ഛനുണ്ട്, തിരുമേനി വർഗീസ്. എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടില്ല, ഇത് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ വെറുതെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഒരേനാച്ചുണ്ടാക്കി പറയും. അദ്ദേഹത്തിന് തന്റെ പിതൃസ്വത്തായി കിട്ടിയതായ പറമ്പും വീടും വിറ്റ് കിട്ടിയ 80 ലക്ഷം രൂപ പോരാഞ്ഞിട്ട് ന്യൂയോർക്കിലുള്ള ഒരു പ്രത്യേക കുഞ്ഞുമോനെ ഞാൻ വിളിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ പറഞ്ഞതാ, 20 ലക്ഷവും കൂടെ തികച്ച് 1 കോടി രൂപ കൊടുത്ത് അദ്ദേഹവും മെത്രാപ്പൊലിത്തിയായി. അച്ഛാ ഞാൻ പറയാൻ പോണല്ലോ ഉള്ളൂ. അദ്ദേഹത്തെ വാഴിച്ച് ഈ 1 കോടി വാങ്ങിച്ച് പോക്കറ്റിലിട്ടു അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എവിടെയെങ്കിലും ഒരു ദേറ ഉണ്ടാക്കി അതിനകത്ത് താമസിച്ചോ. ദേറ ഉണ്ടാക്കാൻ ഇനി പണമുണ്ടോ? തിരുമേനിമാർക്ക് അറിയാവുന്ന എനിക്കറിയാൻ പാടില്ല. തിരുവല്ലയിൽ ഒരു കൊച്ചു മുറി വാടകയ്ക്കെടുത്ത് പാവം അവിടെ കഴിഞ്ഞുകൂടുകയാണ്. ഇങ്ങനെ അനേകരുടെ ശാപം അദ്ദേഹം വലിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ പഴന്തോട്ടം പള്ളി ഇടവകയിൽ ഒരു പാവപ്പെട്ട അച്ഛന് ശമ്പളം കിട്ടിയിട്ട് മാസങ്ങൾ പലതായി. പോളിക്കാർപ്പൂസ് തിരുമേനി ഇവിടെ ഉണ്ട്. പോയോ? മീറ്റിങ്ങിന് പോയി. തിരുമേനിക്കറിയാം. ആ മനുഷ്യൻ, പാവപ്പെട്ട ഒരു മനുഷ്യൻ, എന്റെ ഇടവകക്കാരനാ, 10,000 രൂപ കൊടുത്തിട്ടാണെന്ന് അച്ഛനായത്. അന്ന് 10,000 നല്ല വിലയുള്ള സമയമാണ്. പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ പിന്നെ പള്ളിയില്ല, ഇല്ലെങ്കിൽ നല്ല പള്ളി കൊടുക്കില്ല. ഈ രീതിയിൽ അനേക അച്ഛന്മാരെ കണ്ണുനീര് കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൃതാ നിങ്ങൾ എടുത്ത് വൃതാ നിങ്ങൾ കൊടുപ്പീൻ എന്ന പോലെ പട്ടത്വത്തിന് കാനൂന പ്രകാരം യോഗ്യന്മാരായവർക്ക് മാത്രം പട്ടം കൊടുക്കുന്നല്ലാതെ യാതൊരു പ്രതിഫലങ്ങളും വാങ്ങി ആർക്കെങ്കിലും പട്ടം കൊടുക്കുകയോ. അപ്പം പട്ടം കൊടുക്കുന്നതിന് പ്രതിഫലം വാങ്ങി ആ കാര്യത്തിൽ യാക്കോബായ വിഭാഗക്കാര് തികച്ചും തീർത്തും 100% കുറ്റക്കാരാണ്. കാരണം കടുത്ത നാളുകളിൽ
പാത്രിക്ക് സ്വഭാവം മെത്രാപ്പോലിത്തമാരാക്കിയത് അച്ഛന്മാരാക്കിയത് മുഴുവൻ കാശ് മേടിച്ചിട്ടാണ്. ആരോപണമല്ല, വ്യക്തമായ തെളിവ് അടക്കം വേണം ഞാൻ പറയാം. അപ്പൊ എന്നെ കേൾക്കുന്ന യാക്കോക്കാർ മുഴുവനോട് എന്നെ കുത്തിക്കൊല്ലാൻ വന്നാലും എനിക്ക് പ്രശ്നമില്ല. കാരണം തെറ്റായ രീതിയിലാണ് നിങ്ങളുടെ ഇടയിൽ നടന്നിരിക്കുന്നത്. അത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ശൽമൂസ നമ്മൾ അംഗീകരിക്കുന്നെങ്കിൽ ആ ശൽമൂസ മുഴുവനായിട്ട് അംഗീകരിക്കണം. പരിശുദ്ധ പരിമല തിരുമേനി പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും പൈസ വാങ്ങി പട്ടം കൊടുക്കരുതെന്ന്. ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതോലിക്ക പൈസ വാങ്ങിയാണ് പട്ടം കൊടുത്തിരിക്കുന്നത്. ഇതൊരു കേട്ടുകേൾവിയോ ഊഹമോ ഊഹാപോഹമോ അല്ല, നേരിട്ട് അറിവുള്ളതുകൊണ്ട് പറയും. മനസ്സിലായോ? അത് ഈ ഇന്റർനെറ്റ് വന്ന കാര്യം വായിച്ചിട്ടല്ല, നേരിട്ടറിയാം. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ തെറ്റുകാരാണ്. ആ കാര്യത്തിൽ ഡീസന്റ് നിൽക്കുന്നത് ആരാണ്? മെത്രാൻ കക്ഷിയാണ്. അവര് അസോസിയേഷൻ തെരഞ്ഞെടുത്തവരെയാണ് അവർ മെത്രാപ്പൊലിത്ത ആക്കിയിരിക്കുന്നത്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ശൽമൂസായിക്ക് വിഘാതമായിട്ട് പ്രവർത്തിച്ചു ആര്? ബാവ കക്ഷിക്കാർ. ഇനി ഇപ്പൊ കേരളത്തിലെ സത്യസഭ എന്ന് പറഞ്ഞാൽ ഈ ഓർത്തഡോക്സ് സഭയാണെന്നുള്ളത് യാതൊരു തർക്കമില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തുടക്കം തൊട്ട് രാജാക്കന്മാരുമായിട്ടുള്ള ഇടപാടുണ്ട്. പിന്നെ തോമാസ്ലിയ വന്നപ്പോഴാണ് രാജാവ് സ്വീകരിച്ചു. ക്നായിത്തോമ വന്നപ്പോഴാണെങ്കിൽ രാജാവ് സ്വീകരിച്ചു. പിന്നെ അടുത്തത് 822 പിന്നെ സാബോർ ഈസ വന്നപ്പം രാജാവ് സ്വീകരിച്ചു. പിന്നീടാണെങ്കിലും രാജാക്കന്മാരുമായിട്ടും അതോറിറ്റി ആയിട്ടുള്ള അപ്രൂവല്, അത് കേസ്, അപ്പൊ ആ രീതിയിലാണ് വരുന്നത്. കാരണം ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല.